ആദ്യേട്ടനൊപ്പം ഇല്ലാതെ അമൃതേടത്തേക്ക് ഒരു നിമിഷമെങ്കിലും സ്വസ്ഥത ഉണ്ടാവോ? പറയാ, ആദ്യേട്ടൻ തന്നെ പറയാ. ഏട്ടാ, ഇതെന്റെ അഭ്യർത്ഥനയാ. ഏട്ടൻ കേൾക്കണം. ഏട്ടനിപ്പോ വീട്ടിലേക്ക് വാ. ഏട്ടാ, ഏട്ടനൊന്നും പറയണ്ട. ഞാനല്ലേ പറയുന്നേ, ആദ്യേട്ടൻ അനിയത്തിയല്ലേ പറയുന്നേ. ഏട്ടൻ കേൾക്കണം. ഏട്ടാ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാൻ പ്രഗ്നന്റുവാ. നല്ല തണുപ്പുണ്ട്. അധികം നേരം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഏട്ടൻ അതെങ്കിലും ഒന്ന് ഓർക്കണം. ഈ രാത്രി ഞാൻ തന്നെ ആദ്യേട്ടനെ തേടി വന്നത് വെറുതെ അല്ല. എന്റെ സ്വന്തം ഏട്ടനെ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ടാ. ഏട്ടാ, ഏട്ടൻ കാറി കയറി നമുക്ക് പോവാം. ആദ്യേട്ടാ, ആദ്യേട്ട അനിയത്തി പറയുന്നേ, കാറി കയറ് പ്ലീസ്. എന്നെ ആദ്യേട്ടൻ സ്വന്തം അനിയത്തിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യേട്ടൻ കാറി കയറും. ഞങ്ങളോടൊപ്പം വീട്ടിൽ വരികയും ചെയ്യും. ഉറപ്പാ. സർ, വാ. കേറ്. ഞാൻ വന്നേക്കാം. സർവാ, എന്റെ കൃഷ്ണ, കേറ്. ആദ്യേട്ടാ, ഞാൻ എത്ര വിഷമിച്ചിരിക്കായിരുന്നറിയോ? എന്തായാലും ആദ്യേട്ടൻ വന്നല്ലോ. സർ, ആദി, അമ്മേ, ആദ്യേട്ടന് എന്നോടും പിണക്കം മാറില്ലെന്ന് തോന്നുന്നു.
വിഷമിക്കില്ല അമൃതയെടുത്തി. ആദ്യേട്ടൻ ഇതുവരെ തെറ്റിദ്ധാരണ മാറിയിട്ടില്ല. ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന. എങ്ങനെയും ആദ്യേട്ടന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം, അല്ലാതെ പറ്റില്ല. പിന്നെ തെറ്റിദ്ധാരണ ഇത് ശരിയായ ധാരണ തന്നെയാ. നീയും ആഖിയും കൂടി ആദ്യേട്ടനെ വെറുതെ വിഡ്ഢിവേഷം കെട്ടിച്ചതാ. ആദ്യേട്ടൻ ആ സ്ഥാനത്ത് വന്നത് സത്യത്തിൽ ആഖിക്ക് ഇഷ്ടമായില്ല. അതല്ലേ മനഃപൂർവ്വം ഈ ചതി ചെയ്തത്. അമൃതേടത്തി വെറും ഒരു പാവം ആയതുകൊണ്ട് കൊള്ളാം. അമൃതേടത്തിയുടെ ഭർത്താവിനെ കൂളായിട്ട് ചതിച്ചിട്ട് അവരിപ്പോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് കേട്ട് തലയാട്ടാൻ ഇവിടെ ഒരു അച്ഛനും അമ്മയും. ഐശ്വര്യ നിർത്ത്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കണ്ട. ഐശ്വര്യ, എന്തൊക്കെ പറഞ്ഞാലും അഖി ശ്യാമ അങ്ങനെ ആദ്യേട്ടനെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇത്ര പാവമായി പോയല്ലോ അമൃതേടത്തി. കൂടെ നിന്ന് ചതിക്കുന്നവരെ പാടി പുകഴ്ത്തുന്നു. കൂടെ നിന്ന് ചതിക്കുന്നവരാരാണെന്ന് ഇതിനൊക്കെ ഇവിടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ സത്യസന്ധ ചമയണ്ട. മാം, അത് ഞാൻ ശ്യാമയുടെ അവതാരത്തിലാ ഇപ്പൊ ഐശ്വര്യ ഇവിടെ നിൽക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചാൽ കൊള്ളാം. ഇനി ഇത്തരം വേലത്തിരങ്ങളൊന്നും ഇവിടെ ചെലവാവില്ല, ഓർത്തോ. ഇപ്പോഴും ഐശ്വര്യയുടെ ഐഡിയ തന്നെ ഓർക്കോട്ടായ. അതാ മക്കളിങ്ങനെ തമ്മിൽ തല്ലുന്നു. എന്താ നീ പിറുപിറുക്കുന്നേ? ഓ, ഒന്നുമില്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോന്നു. അമൃതേടത്തി, എടുത്തി വിഷമിക്കാതെ. സത്യം എന്താണെന്ന് താമസിയാതെ നമുക്ക് കണ്ടെത്താം. ആദ്യേട്ടന്റെ പിണക്കവും നമുക്ക് മാറ്റാം. ഞാനല്ലേ പറയുന്നേ, എന്റെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും, ഉറപ്പ്. ഇനി പറയൂ, ഇവിടെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. അത് നിങ്ങളിൽ ഒരാളാണ് ചെയ്തത്. അതാരാണ്? സത്യം പറഞ്ഞു. ഞാനില്ലാത്ത സമയം എന്റെ ലാപ്ടോപ്പ് ആരോ യൂസ് ചെയ്തിട്ടുണ്ട്. ആരാത്? അതാണ് അറിയേണ്ടത്. അഖിൽ സാറിന്റെ ലാപ്പിൽ ആ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ആരോ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. എന്തിനു വേണ്ടി, ആരാണ് അത് ചെയ്തത്, അതിപ്പോ അറിയണം. അത് ചെയ്തത് ഈ ഓഫീസിൽ ആരോ ആണ്. അതാരാണെന്ന് പറയും. ഇല്ലെങ്കിൽ അത് പറയിക്കാൻ പോലീസിന്റെ സഹായം തേടേണ്ടി വരും.
പോലീസിനെ വിളിക്കണോ? പിന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി, അത് വേണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആരാ അത് ചെയ്തതെന്ന് തുറന്ന് പറയണം. ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചാ പിന്നെ ജയിൽ ഉറപ്പാണ്. അത് മറക്കണ്ട. നിങ്ങളെല്ലാരും നിങ്ങളുടെ ജോലി ചെയ്തോളൂ. അപ്പൊ മാഡം സത്യം തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്ത ആളെ കണ്ടെത്തി. നിങ്ങൾ പൊയ്ക്കോളൂ. ചെയ്തോളൂ. ജൂലിയൻ നിന്നേ. എന്താ മാഡം? ജൂലി എന്റെ ക്യാബിനിലേക്കൊന്ന് വരൂ. എന്താ കാര്യം മാഡം? ക്യാബിനിലേക്ക് വരൂ, പറയാം. അയ്യോ, ആകെ പ്രശ്നമായല്ലോ. ഈശ്വരാ. ശ്യാമയ്ക്ക് ജൂലിയാണ് സംശയമല്ലേ? അതെ, തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവരുടെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. പണ്ടേ കുറച്ച് കറപ്ഷനുള്ള ആളാ ജൂലി. എന്തായാലും അവർ വരട്ടെ, സത്യം അവർ പറയും, എനിക്ക് ഉറപ്പുണ്ട്. എന്താ അവിടെ നിന്ന്? അകത്തേക്ക് വരാനല്ലേ പറഞ്ഞേ? ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. എപ്പോ എന്തിനു വേണ്ടി ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു അത് പറയാം. വേണമെങ്കിൽ ജോലിക്ക് ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ല. സത്യം മാത്രം പറയുക. മാഡം, ഞാൻ ജൂലി, സമയം പോകുന്നു. സത്യം മാത്രം പറയൂ. എങ്കിൽ പിന്നെ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും. മാഡം, അത് സോറി മാഡം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ എന്തിനാ അത് ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്? അത് പറയേ. അത് ആരുമില്ല സർ, എനിക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. അല്ലല്ലോ, അതല്ലല്ലോ സത്യം. ആരോ ജൂലിയെ കൊണ്ടിത് ചെയ്യിച്ചതാ. അതാരാണ്? അത് പറയും. സത്യമാ മാഡം, ഞാൻ മാത്രം ചെയ്തതാ. സർ, എന്തായാലും ആദ്യം എണ്ണം കൂടി ഒന്ന് വിളിക്കുക. ഇത് ഇവരെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ്, എന്താണ് ഉദ്ദേശം, അത് പറയുമ്പോൾ കേൾക്കാൻ ആദ്യം എണ്ണം കൂടി ഉണ്ടാവണം. സർ, വിളിക്കുക. ശരിയാ, ആദ്യം എന്നെ വിളിക്കാം.
റിങ് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ഫോൺ എടുക്കുന്നില്ല. എങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആ ഹലോ ആദ്യേട്ടാ. ഏട്ടാ ഇത് ശ്യാമയാ. ഏട്ടാ അതല്ല, ഏട്ടനൊന്ന് ഓഫീസ് വരെ വരുമോ? ഇവളോടെ പോയി? ജൂലി അവിടെ പോയി? മേഡം, സംഗതിയാകെ പ്രശ്നമായി. എന്നെ ശ്യാമ മേഡം കണ്ടുപിടിച്ചു. അതെയോ? എന്നിട്ട് ആക്കി ശ്യാമ എവിടെ? ആദിത്യൻ സാറിനെ കൂടി ഇവിടേക്ക് വിളിക്കുക, എന്നെ ചോദ്യം ചെയ്യാൻ. ശ്ശോ, ചോദ്യം ചെയ്യാനോ? അതെ, ഇതിന്റെ പിന്നിൽ ആരാ, എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നൊക്കെ അറിയാനാ. എന്നിട്ട് നീ എന്റെ പേര് പറഞ്ഞോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ പറയേണ്ടി വരും. പേടിച്ചിട്ട് എനിക്ക് കയ്യും കാലും വിറക്കിയ മേഡം. എന്നാ നീ ഒരു കാര്യം ചെയ്, അവിടുന്ന് മുങ്ങ്. അല്ല, അത് മേഡം, ഇനി നീ അവരുടെ കണ്ണിൽ പെടരുത്. നീ രക്ഷപ്പെട്, നിന്നെ ഞാൻ രക്ഷിക്കാം. മേഡം, ഞാൻ ഓ, ഒന്നും ആലോചിക്കണ്ട, വേഗം രക്ഷപ്പെട്, നിന്നെ ഞാൻ രക്ഷിക്കും, ഉറപ്പ്. ഓക്കെ മേഡം. വേഗം വേഗം രക്ഷപ്പെട്. ഛെ. എന്നാലും ജൂലി ഇത് എവിടെ പോയി? രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നു. ശ്ശെ, ചെറിയൊരു ശ്രദ്ധക്കുറവ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സാർ എങ്ങനെയെങ്കിലും ജൂലിയെ കണ്ടുപിടിക്കണം. ഇതവളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാവില്ല. ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. ആ ആൾക്ക് എന്തോ വലിയ ലക്ഷ്യമുണ്ട്. അതാരാണ്, എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എടുത്തേം ഞാൻ എന്ത് ചെയ്യാനാ? ആ ജൂലി രക്ഷപ്പെട്ടു കളഞ്ഞു. സത്യം ബോധ്യപ്പെടുത്താൻ ശ്യാമ ഇത്രയൊക്കെ ചെയ്തില്ലേ? അത് തന്നെ വലിയ കാര്യം. ഞാൻ ആ അക്കൗണ്ടന്റിനെ വെറുതെ വിടില്ല. എവിടെയായാലും ഞാൻ കണ്ടുപിടിക്കും, സത്യവും തെളിയിക്കും. എടുത്തി നോക്കൂ. പിന്നെ നീ CBI അല്ലേ ശ്യാമേ? ഇനി നീ ജൂലിയെ കണ്ടുപിടിച്ച പോലെ തന്നെ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ശ്യാമ വാ. ഇന്നീ സത്യം തെളിയിക്കാനുള്ള ഓട്ടത്തിലായിരുന്നില്ലേ? യാതൊരു വക കഴിച്ചിട്ടില്ല. വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. എടുത്തി കുറച്ച് കഴിയട്ടെ. അത് പറ്റില്ല ശ്യാമേ, എഴുന്നേറ്റ് വന്നേ. വിശന്നിരുന്നാ പറ്റില്ല. വാ. വാ. അയ്യോ, എന്തൊരു സ്നേഹം, സ്വന്തം ചേച്ചിയും അനിയത്തിയും പോലെ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമൃതെടുത്തിയ ശ്യാമയും തെറ്റിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യാനാ? ശ്യാമ ഇവിടെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്താ അമ്മ ഇത്? പാലാ. ഇവള് വിശന്നിരിക്കല്ലേ, പാല് കുടിക്കട്ടെ. മോളിത് കുടിക്ക്. ഇത്ര സമയം വിശന്നിരുന്നല്ലേ, ക്ഷീണമൊക്കെ പോട്ടെ. മമ്മി, ഐശ്വര്യ വാ. അമ്മേ, നല്ല വിശപ്പ്. മോള് വന്നോ? പാലാ, മോള് കുടിക്ക്. വെറും പാലാ? കാച്ചിയ പാലാ. അതല്ല,
ഇതിൽ മറ്റൊന്നും ഇട്ടിട്ടില്ലേ? ബദാം പൗഡർ വേണോ? അമൃതേ, ആ ബദാം പൗഡർ ഇങ്ങെടുത്തേ. ബദാം പൗഡറോ? അതാർക്ക് വേണം? പിന്നെ ഞങ്ങള് കുടുംബത്തില് സാധാരണ പാലില് കുങ്കുമപ്പൂവേ ഇടാറുള്ളൂ. കുങ്കുമപ്പൂവോ? അയ്യോ, കേട്ടിട്ടില്ലേ? സാക്ഷാൽ കാശ്മീരി കുങ്കുമപ്പൂവ്. കോസ്റ്റ് ഇത്തിരി കൂടും, സാധാ ആളുകൾക്ക് പറ്റില്ല.